നമ്മളെ റിനാഫ് എന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി സ്പോട്ടിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് നമ്മളെ പയ്യോളി അങ്ങാടിയിൽ നിന്ന് ടാക്കീസ് റോഡ് എന്ന് പറയുന്ന റോഡുമൊക്കെ കൂടി ഇങ്ങനെ കയറ്റിയിട്ട് ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ഒന്നും എനിക്കറിയില്ല കേട്ടോ. അന്നേരം അവൻ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ വീഡിയോ എടുത്തോ, ഇതേമാതിരിയുള്ളൊരു സ്ഥലം നിനക്ക് വേറെ എവിടെയും കാണാൻ പറ്റില്ല എന്ന്. ഞാൻ അന്നേരം തന്നെ പറയുകയും ചെയ്തേക്ക്, ഞാൻ ഇവിടെ കുറേ പ്രാവശ്യം വന്നോടെ, ഇവിടെ പണ്ട് ടാക്കീസൊക്കെ ഉള്ള റോഡല്ലേ, ഓട്ടോറിക്ഷക്കാരെ മുമ്പിലേക്ക് എടുക്കുന്നുണ്ടപ്പോൾ റിനാഫിനെ നന്നായിട്ട് ദേഷ്യമൊക്കെ പിടിച്ച് കിട്ടും. അന്ന് നിങ്ങൾ കാര്യമാക്കി എടുക്കൊന്നും വേണ്ട. ബൈക്കോ പോകുന്നവരും വണ്ടിയോ പോകുന്നവരും നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് പോകാം. നന്നായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപകടമൊന്നും ഇല്ലാണ്ട് നമുക്ക് എത്തേണ്ട ഇടത്തിലേക്ക് എത്താം. അതെല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നൊരു കാര്യമാണല്ലോ. അങ്ങനെ പോകുന്ന സമയത്ത് ഞങ്ങൾ കുറേ കഥ ഇങ്ങനെ പറഞ്ഞിട്ടോ. കഥ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കഥ ഇല്ലാത്തതിനെ കൊണ്ടാണ് ഒരു കഥ പറഞ്ഞതെന്ന് നിങ്ങൾ വിചാരിക്കാൻ നിൽക്കണ്ട. അങ്ങനെ പറയുന്ന സമയത്ത് റിനാഫ് ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ട് എൻ്റെ മക്കളെ ഒരു രക്ഷയില്ലാത്ത സ്പോട്ട്, ഈ അടുത്ത കാലത്ത് ഉദ്ഘാടനം ചെയ്ത ഒരു സ്ഥലത്തേക്കാട്ടോ നമ്മൾ പോകുന്നത്. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു സ്ഥലം കണ്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും, ഞാൻ നേരെ നോക്കുന്ന സമയത്ത് വലിയൊരു കൊട്ടാരം മാതിരിയുള്ളൊരു വീടൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഈ റൈറ്റ് സൈഡിൽ തന്നെ. അങ്ങനെ ഞാൻ അതൊക്കെ പറയുന്നത്, അതായത് നമ്മൾ കണ്ട വീട് കണ്ടില്ലേ, കൊട്ടാരം മാതിരിയുള്ളൊരു വീടാണ്. അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്പോട്ടിലാണ് നമ്മൾ എത്താൻ പോകുന്നത്. ആ വീട്ടിൽ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം നമുക്ക് കയറാൻ പറ്റണമെന്ന് ഞാൻ ആരോട് പറഞ്ഞു, റിനാഫിനോട് പറഞ്ഞു. റിനാഫിനോട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 2-3 പ്രാവശ്യം കയറിയിരിക്കുന്നൊക്കെ പറഞ്ഞ് തള്ളിയാണെന്നൊന്നും അറിയില്ല. നമുക്ക് ആഗ്രഹം എന്ന് വെച്ചാൽ ആ വീടിൻ്റെ ഉള്ളൊന്ന് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ആഗ്രഹം, അല്ലാണ്ട് വേറെ ഒന്നല്ല എന്ന് ഞാൻ റിനാഫിനോട് അന്നേരം തന്നെ പറയുകയും ചെയ്തേക്ക്. അന്നേരം റിനാഫ് ഒരു കാര്യം പറഞ്ഞു വെച്ചുകൊണ്ട് ഓലോട് ചോദിച്ച പോലെ എന്തായാലും സമ്മതിക്കും എന്ന്. ഇനി എന്തായാലും ചോദിക്കാനൊന്നും പോകണ്ട, നമുക്ക് ഇതിലോട്ട് തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവനോട് പറഞ്ഞു വണ്ടി എടുക്കുന്നത്. ആരെല്ലോ ഉണ്ട് റോഡിൻ്റെ സൈഡിൽ കൂടി പോകുന്ന, അതൊക്കെ വീഡിയോയിൽ കുടുങ്ങുകയൊക്കെ ചെയ്ത് കിട്ടും. ആരെയും മുഖം കുടുങ്ങിക്കില്ല എന്ന് പ്രത്യേകം പറയാൻ വേണ്ടിയിട്ട് ആര് പറഞ്ഞേക്ക്, റിനാഫ് പറഞ്ഞേക്ക്. പയ്യോളി അങ്ങാടിയിൽ നിന്ന് അങ്ങനെ തന്നെ നേരെ തന്നെ അങ്ങ് പോവുക. അതായത് വലത്തോട്ടേക്ക് ടാക്കീസ് റോഡ് വരും. പിന്നെ അവിടെ കാണുന്ന ഒരു പോസ്റ്റ് ഉണ്ടല്ലേ, അതിൻ്റെ നേരെ റൈറ്റിലോട്ടേക്ക് നമ്മൾ കയറ്റുക. സൈഡിൽ തന്നെ ഒരു അമ്പലം കാണും. ഇതൊരു അമ്പലമാണ് കേട്ടോ. ആടുന്ന് തന്നെ നമ്മളിങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തുന്ന ഈ ഒരു ലൊക്കേഷനിലെത്തും. ഈ ലൊക്കേഷൻ എന്ന് വെച്ചുകൊണ്ട് പല ആൾക്കാരും പോയതാണ്. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കണ്ട, വീഡിയോ ഒഴിവായി കളിയൊന്നും ചേർത്ത് ഫുള്ളായിട്ട് കാണുക. എന്താ വെച്ചാൽ ഒരു വണ്ടിയുമ്പോൾ പോകുന്നതിനുള്ളൊരു കാഴ്ച എന്ന് വെച്ചാൽ പല ആൾക്കാരും പല സ്ഥലത്തും പോയിട്ട് എന്താക്കുന്നുണ്ട്, അടിച്ചു പൊളിക്കുന്നുണ്ട്. നമ്മളെ നാട്ടിൽ തന്നെ ഇത്രയും അടിപൊളി ഒരു സ്ഥലം ഉണ്ട് എന്ന് പറയാൻ വെച്ചാൽ ആരും വിശ്വസിക്കുമോ? ആരും വിശ്വസിക്കില്ല. ഞാൻ തന്നെ ഇവനുള്ളതിനെ കൊണ്ടാണ് എന്ത് കാണുന്നത്, ഇങ്ങനെ ഒരു സ്ഥലം കാണുന്നത്. അങ്ങനെ വണ്ടി എടുത്തിട്ട് ഞാൻ എന്താക്കുക, ഞങ്ങൾ 100 റുപ്യേൻ്റെ എണ്ണ അടിച്ചിരിക്കുന്നതാണ് തോന്നുന്നത്. 100 റുപ്യേൻ്റെ എണ്ണ അടിച്ചിട്ടാണ് ഞങ്ങളിങ്ങനെ പോകുന്നത്. നമ്മളെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് വെറും 5 കിലോമീറ്ററിനാണുള്ളൂ. പയ്യോളി അങ്ങാടിയിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 2.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ആ രീതിയിലായിരിക്കും. ഓട്ടോറിക്ഷയ്ക്ക് ഒരു 40 റുപ്യ 50 റുപ്യ ആ രീതിയിലാണെന്നാണ് തോന്നുന്നത്. റിനാഫ് നമ്മൾ ഓട്ടോറിക്ഷ ഡ്രൈവറാണല്ലോ. ഓന് കറക്റ്റായിട്ട് അറിയില്ലെങ്കിൽ ഓന് മീറ്റർ ഇട്ടോക്കണമെന്ന് അവൻ അന്നേരം പറഞ്ഞു. അവൻ എന്ത് പറയുക വെച്ചാലും മീറ്റർ ഇടണമെന്നാണ് പറയുക. അതും വണ്ടിയിലിട്ട് മീറ്റർ ഇടുകയില്ല. ഇപ്പോൾ ഗവൺമെൻറ്റിനൊക്കെ പുതിയ ഉത്തരവൊക്കെ വന്നതിന് ശേഷം ഓൻ എന്താക്കാണ്, മീറ്റർ ഇടുമെന്നൊക്കെ പറഞ്ഞിട്ട് നടക്കും, പക്ഷേ മീറ്റർ ഇടില്ല. നമ്മളിപ്പം കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ സ്പോട്ടിൽ എത്താനായിക്കോട്ടോ. അങ്ങനെ ഈ ഒരു അമ്പലത്തിൻ്റെ സൈഡിൽ, അതായത് അമ്പലം പള്ളി എന്ന് പറയേണ്ട എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലമാണിത്. ഇത് അങ്ങനെ തന്നെ ക്യാമറ കുറച്ച് ചരിച്ചിട്ട് ഈ ഒരു അമ്പലം കാണിച്ചു തരാൻ വേണ്ടി റിനാഫിനോട് പറഞ്ഞപ്പോൾ റിനാഫ് പറഞ്ഞു വെച്ചാൽ എനിക്ക് വണ്ടി ഓട്ടുന്നേരം തിരിക്കാൻ പറ്റുന്നില്ല എന്ന്. അങ്ങനെ തന്നെ ഇതേമാതിരിയുള്ളൊരു സ്ഥലം ഒരു രക്ഷയില്ല മക്കളെ. അങ്ങനെ നമ്മളെടുത്തി നമ്മളെ സ്പോട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. സ്പോട്ടിൽ എത്തുന്നതിൻ്റെ മുമ്പ് നമുക്ക് തോന്നി ഇത് നേരെ പുഴയിലേക്ക് പോകുന്ന റോഡാണെന്ന്. അത്രയും നല്ല ഭംഗിയാണ് നമ്മൾ പോകുന്നേരം കാണുന്നത്. അത്രയും സൂപ്പറായിട്ട് പഴയ ഹോട്ടലുകൾ, പഴയ പീടികകൾ ഒക്കെ നൊസ്റ്റാൾജിയ ഫീലുള്ള നമ്മളെ 1993 പീടിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പോകുന്ന വഴിക്ക് ഒക്കെ കാണാം കേട്ടോ. സിനിമയെ കാണുന്ന മാതിരിയുള്ള കുറേ സംഗതികൾ. ഇത് കണ്ടില്ല നിങ്ങൾ വീഡിയോ തന്നെ കാണുന്നേരം വിചാരിക്കുന്നില്ല ഇത് നേരെ പുഴയിലേക്കാണ്. പുഴയിലേക്ക് ഒന്നല്ല പോകുന്നത്, നമ്മൾ ഈ സ്പോട്ടിലേക്കാണ്. അതായത് നോമ്പിന് പോകാൻ പറ്റിയ സ്ഥലം, ഇരിക്കാൻ പറ്റിയ സ്ഥലം, അതാണ് നമ്മൾ പറഞ്ഞ സ്പോട്ട്. ഇവിടെയാണ് നമ്മളെന്താക്കുന്നത്, വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. ഇവരൊക്കെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തളർന്നിരിക്കാൻ തോന്നുന്നു. അപ്പോൾ നമ്മൾ ചാനൽ ഇഷ്ടമാക്കണേ, ഫോളോ ചെയ്ത്